അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സോ വോയിസ് ആയിരുന്നു. നമ്മൾ ചെറിയൊരു ഡൗട്ട് വന്നിരുന്നു ഇല്ലേ? സോ വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറക്കവാൾ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സ്ട്രൈറ്റ് സോസ് നമ്മൾ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വെറും ഷാർപ്പൻ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ 3 ഉപയോഗം പറഞ്ഞിരുന്നു. ഒന്ന് ഷാർപ്പനിങ്, ഒന്ന് സെറ്റിങ്, ഒന്ന് ഷേപ്പിംഗ് അല്ലെങ്കിൽ ടോപ്പിംഗ് എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ടൈപ്പ് ഓഫ് സോ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് സ്ട്രൈറ്റ് സോ വരും, 6ഓളം സ്ട്രൈറ്റ് സോ വരും. പിന്നെ സ്പെഷ്യൽ പർപ്പസ് സോ, നമ്മൾ കർവിലൊക്കെ മരം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പർപ്പസ് സോ അല്ലെങ്കിൽ സ്പെഷ്യൽ സോ, അത് കുറച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വാളിൻ്റെ മൂർച്ച കൂട്ടൽ, സെറ്റിങ്, ടോപ്പിംഗ്, അന്ന് ഈ ഓപ്പറേഷൻ പഠിക്കുന്നത്. ടോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ടീത്തും ഒരേ ലെവലിൽ വരുന്ന പോലെയാണ്. അപ്പോൾ അന്ന് നമ്മൾ ഡൗട്ട് വന്നത് ഈ സോ വോയിസ് ആയിരുന്നു. സോ വോയിസ് നമ്മൾ ഒരു ഡൗട്ട് വന്നത് എന്താണ് ഗള്ളറ്റ് എന്ന്, ആ ഒരു ഡൗട്ട് വന്നു. ഗള്ളറ്റ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏറ്റവും താഴ്ഭാഗത്തുള്ള ആ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിരുന്നു, ടീത്തിൻ്റെ അല്ലെ ഏറ്റവും ചെറിയ ടീത്ത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ടീത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന ഏരിയയാണ് ഗള്ളറ്റ്. അപ്പോൾ ഈ സോ വൈസിന് നമുക്ക് 3 ഉപയോഗമാണുള്ളത്. ഒന്ന് ഷേപ്പിംഗ് ഓഫ് ടീത്ത്, ഒന്ന് ഷാർപ്പനിങ്, ഒന്ന് സെറ്റിങ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, ഈ ബ്ലേഡിനെ ഹോൾഡ് ചെയ്യാനുള്ള മിനിമം ലെങ്ത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ക്വിക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഞ്ച് ഉപയോഗിക്കുക. ഹിഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ദൂരം. നമ്മൾ സ്പാൻഡിട്ട് മുറിക്കേണ്ട, എണ്ണിട്ടും ബോൾട്ടിട്ട് മുറിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഗള്ളറ്റ് ഒന്ന് നോക്കി നോക്കാം. ഗള്ളറ്റ് കണ്ടോ നിങ്ങൾ? ടീത്ത് കണ്ടോ? നിങ്ങൾ? ഗള്ളറ്റ് കണ്ടോ? ചില ടീത്തിന് ആംഗിൾ 60 ഡിഗ്രി വരും, ചില സോൻ്റെ 90 ഡിഗ്രി വരും, ചിലത് ബിലോ 90 ഡിഗ്രി വരും. അപ്പോൾ ഗള്ളറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഈ അടിഭാഗത്തുള്ള ഈ 2 ടീത്തിൻ്റെ ഇടയിലുള്ള പോർഷനെ വിളിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലായിരിക്കണം നമ്മൾ ഈ സോ വൈസ് ഒപ്പിക്കേണ്ടത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയി നമ്മൾ സോ വൈസ് ഒപ്പിച്ചു എന്ന് കരുതിക്കോ. ഇവിടെ കൊണ്ടുപോയി ഒപ്പിച്ചാൽ നമുക്കത് ഷാർപ്പൺ ചെയ്യാനും ടോപ്പ് ചെയ്യാനൊക്കെ പറ്റുമോ? അവിടെ തടയത്തില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനും അടിയിൽ, ഗള്ളറ്റിൻ്റെ അടിയിൽ ഒപ്പിക്കണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സോ വൈസ്. കണ്ടോ? ക്യുക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹിഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് മിസ്റ്റേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞത് വെറും ഷാർപ്പനിങ് എന്നാണ്. പക്ഷേ പിന്നെ നമ്മൾ പറഞ്ഞ് ഇവിടെ ഷാർപ്പനിങ് കണ്ട്, ഷേപ്പിംഗ് കണ്ട്, സെറ്റിംഗ് കണ്ടു. ഇതെല്ലാം വരുന്നത് ഈ കാർപ്പൻട്രി ബുക്കിൻ്റെ ഏറ്റവും കുറച്ച് അടുത്ത ഭാഗത്താണ്. അതാണ് എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് അത്യാവശ്യം ഒരുപാട് ടോപ്പിക്ക് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ കാർപ്പൻട്രിയുടെയും എല്ലാം വീഡിയോ റെഗുലറായിട്ട് ഡിസംബറിൽ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആൾക്കാർക്ക് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇച്ചിരി നേരത്തെ നോക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം. There are several types of saw for cutting. Some are used for straight cut. സ്ട്രെയിറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലോങ് ദി ഗ്രെയിനോ അക്രോസ് ദി ഗ്രെയിനോ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അത് സ്ട്രെയിറ്റ് കട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് കട്ടിങ് സോ എന്ന് വിളിക്കും. അതിന് മെയിനായിട്ട് 6 സോ ഉണ്ട്. അതുപോലെ തന്നെ അതേഴ്സ് ആർ യൂസ്ഡ് ടു കർവ്ഡ് കട്ട്. ഈ കർവ്ഡ് കട്ട്, അതായത് സ്ട്രെയിറ്റ് അല്ലാത്ത കട്ട് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്ന സോസിനെ സ്പെഷ്യൽ പർപ്പസ് സോ എന്ന് വിളിക്കും. As its name suggests, a coarse cut saw is used to cut wood perpendicular or at an angle of ഇതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. കോസ് കട്ട് സോ എന്ന് പറയുന്നത് എന്താണ്, ഗ്രെയിൻസ് ഉണ്ടല്ലോ. നമ്മുടെ മരത്തിൻ്റെ കാതൽ എന്ന് പറയത്തില്ലേ, കാതൽ നമ്മൾ ഈ ഡ്രോയിങ്ങിൻ്റെ പെയിൻറ്റിങ്ങിനൊക്കെ ഇപ്പം നമ്മൾ ടെക്സ്റ്ററൊക്കെ വരയ്ക്കുമ്പോൾ ഗ്രെയിൻസ് വരക്കത്തില്ല. ആ ഗ്രെയിൻസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ കോസ് കട്ട് എന്ന് വിളിക്കും. അതുപോലെ തന്നെ എലോങ് ആണെങ്കിൽ, അതിനോട് പാരലാണെങ്കിൽ, ആ പലകട ഗ്രെയിൻസ് പോകണ അതേപോലെ നമ്മൾ നീളമ്പാട് മുറിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വേറൊരു പേര് വിളിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് സോ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്ട്രൈറ്റ് കട്ടിങ് സോ, രണ്ടാമത് കർവ് കട്ടിങ് സോ, അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ സോ. അതിൽ ടൈപ്പ് ഓഫ് സോയിൽ സ്ട്രൈറ്റ് കട്ടിങ്ങിൽ 6 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തെ റിബ് സോ, നെക്സ്റ്റ് കോസ് കട്ട് സോ, 3 ഹാൻഡ് സോ, 4 പാനൽ സോ, 5 ടെനൻ സോ, 6 ഡൗട്ടൽ സോ. ഈ 5ഉം 6ഉം സിമ്പിളാണ്. കാരണം ടെനൻ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെനൻ ജോയിൻ ഉണ്ടല്ലോ, എല്ലാ ടെനൻ ഉണ്ടാക്കാനും ഷോർട്ട് സ്ട്രേറ്റ് കട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് ടെനൻ സോ ഉപയോഗിക്കുക. ഡൗട്ടൽ സോയും ഏകദേശം അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നോക്കണം. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിച്ചിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് എത്ര നമ്പർ ഓഫ് ടീത്ത്, 1 സെൻറ്റിമീറ്ററിൽ ഇത്ര ടീത്തുള്ള സോ ഏതാണ്, അല്ലെങ്കിൽ 1 ഇഞ്ച് എന്നല്ല കേട്ടോ ഇവിടെ പറയാം. ഇവിടെ 25 mm എന്ന് പറയാം. 25.4 1 ഇഞ്ച് എന്നൊക്കെ നമുക്ക് അറിയാമല്ലേ. അപ്പോൾ ആ 1 ഇഞ്ച് എന്ന് പറയാതെ 25 മില്ലിമീറ്ററിൽ എത്ര ടീത്ത് ഉണ്ടെന്നാണ് ചോദിക്കുക. ഓക്കെ ആണോ? അതുപോലെ തന്നെ ആംഗിൾ ചോദിക്കും. ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയുള്ള സോ ഏതാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രിയുള്ള സോയാണ് കോസ് കട്ട് സോ, അത് ചോദിക്കും. അതുപോലെ തന്നെ പാനൽ സോൻ്റെ നീളം ചോദിക്കും. 25 മുതൽ 40 സെൻറ്റിമീറ്ററാണ് പാനൽ സോൻ്റെ നീളം, അത് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെനൻ സോൻ്റെ ഉപയോഗം ചോദിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അല്ല, ഒന്നാമത്തെ റിബ് സോ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. റിബ് സോ
ജസ്റ്റ് ഫിഗേഴ്സ് നോക്കി നോക്കാം കേട്ടോ. ബ്രാസ് ഓർ സ്ക്രൂ, ഇവിടെ നമുക്ക് സ്ക്രൂ വെക്കാം അല്ലെങ്കിൽ റിവെറ്റ് അടിക്കുക, കുഴപ്പമില്ല, ഹാൻഡിൽ റിവെറ്റ് അടിക്കാം. പിന്നെ സം ബ്ലേഡ്സ് ആർ ടൈപ്പ് ഗ്രൗണ്ട് ഫോർ ബെറ്റർ കർവ് ക്ലിയറൻസ്. കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ വെൽഡിങ്ങിലും കർവ് ഫുഡ്സൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ, ഗ്യാസ് കട്ടിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീതിയില്ലേ, ആ കട്ട് ചെയ്യണതിൻ്റെ വീതിനെ നമ്മൾ എന്ത് വിളിക്കും, കർവ് എടുത്ത് വിളിക്കും. ഇപ്പോൾ ഈ വാളുകൊണ്ട് ഇപ്പോൾ ഒരു പലക മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാൾ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിപ്പോണ്ടേ, അപ്പോൾ ആ വീതിനെ നമ്മൾ എന്ത് വിളിക്കും, കർവ് എടുത്ത് എന്ന് വിളിക്കും. ചിത്രം നമ്മൾ നോക്കി നോക്കാം. കർവ് കണ്ടില്ല നിങ്ങൾ? ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കർവ് എന്ന് വിളിക്കും. പിന്നെ ബീച്ച് വുഡ് ഹാൻഡിൽ, നമ്മളിവിടെ ഉങ്ങ് എന്നൊക്കെ പറയില്ലേ, മരങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം കേട്ടോ. തേക്ക്, വുഡ്, അതിൻ്റെ യൂസ്, ബാമ്പുവിൻ്റെ യൂസ്, ഒരുപാട് മരമുണ്ട്. നമ്മുടെ മാംഗോ ട്രീ, അതിൻ്റെ എല്ലാ യൂസ് നമ്മൾ പഠിക്കണം. ബീച്ച് വുഡ് ഹാൻഡിൽ സെറ്റ് ഫോർ എഫിഷ്യൻറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെക്കും. നമുക്ക് നോക്കി നോക്കാം. ബ്ലേഡ് ഈസ് മെയ്ഡ് ഓഫ് തിൻ സ്പ്രിങ് സ്റ്റീൽ. നമ്മളൊരു 2005 വരെ നമ്മളെല്ലാ പേട്ടയിലും, ആശാരിമാരുടെ പേട്ടയിലും നമ്മൾ ഈ വളരെ സുലഭമായിരുന്നു. അതിൻ്റെ ബ്ലേഡൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ വൈബ്രേഷൻ ചെയ്യും. ഒന്ന് ജസ്റ്റ് ഒന്ന് ആട്ടി കഴിഞ്ഞാൽ നല്ല വൈബ്രേഷൻ ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിങ്ങനെ ആടും. കാരണം അത് സ്പ്രിങ് സ്റ്റീൽ കൊണ്ട്, അത്രയും സ്പ്രിങ്, നമ്മൾ സ്കെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ റൂൾ എന്നൊക്കെ പറഞ്ഞ പോലെ സ്പ്രിങ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നിർമ്മിച്ചിട്ടുണ്ടാവുക. യൂസ് ഫോർ സോയിങ് അലോങ് ദി, നമ്മുടെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ 2 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് ദി ഗ്രെയിൻ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന നമ്മളെ ഈ ഗ്രെയിൻസ് കണ്ടോ നിങ്ങൾ, ഈ ചാല് കണ്ടോ, ഇങ്ങനെ അലോങ് ആയിട്ട് അതിന് പാരലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സോ ഉപയോഗിക്കുക. ഇനി ഇങ്ങനെ കോസായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കോസ് കട്ട് സോ. ഞാൻ ഗ്രെയിൻസ് തന്നെ അടുത്ത ഏക്കിൻ്റെ കാതിലുണ്ടല്ലേ, ഇതിൻ്റെ കളറൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്രെയിൻ ഡയറക്ഷന് അലോങ് ആയിട്ട് എന്ന് പറയുമ്പോൾ പാരലായിട്ട്, കോസായിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോസായിട്ട്. കോസായി കട്ട് ചെയ്യണോ അലോങ് ആയി കട്ട് ചെയ്യണോ ഈസി ഒന്ന് ആലോചിച്ച് നോക്കും. കോസായി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ എല്ലാ ഗ്രെയിനിനെയും കട്ട് ചെയ്ത് പോകണം അല്ലേ, എല്ലാ ഗ്രെയിനും കട്ട് ചെയ്യണം പോകണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് ആലോചിച്ച് നോക്കും. ഇതെല്ലാ ഗ്രെയിനും കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആംഗിൾ എല്ലാം അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിങ് സ്റ്റീൽ കൊണ്ടാണ് ബ്ലേഡ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ബ്ലേഡ് ഹാൻഡിൽ 2 പോർഷൻ ഉണ്ടാവുക. പിന്നെ സോയിങ് അലോങ് ദി ഗ്രെയിൻ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബ്ലേഡ് ഈസ് ഫിക്സഡ് ടു വുഡൻ ഹാൻഡിൽ ബൈ റിവെറ്റിംഗ് ഓർ സ്ക്രൂയിങ്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, റിവെറ്റ് അടിക്കാം അല്ലെങ്കിൽ സ്ക്രൂ ഉണ്ടാക്കാം. ടീത്ത് ഓഫ് റിപ്സോ വേരി ഇൻ സൈസ് ആസ് പെർ നീഡ് ഓഫ് ദി ഫൈനസ് ഓഫ് ദി വർക്ക് ടു ബി ഇൻസൈഡ്. നമുക്ക് എത്രത്തോളം ഫൈനസ് വേണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലേഡിൻ്റെ ടീത്ത് ഉണ്ടല്ലോ, ടീത്തിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യുക, വേരി ചെയ്യുക, ചെറുതാക്കാം വലുതാക്കാം. അതെല്ലാം നമ്മുടെ ഫിറ്റ്നസ്സിന് ഓഫ് വർക്ക് ടു ബി ഡൺ എന്നാണ്. നമ്മുടെ വർക്കിൻ്റെ ഫിറ്റ്നസ്സിനനുസരിച്ചിട്ട് എൻ്റെ ഒരു ചേർച്ച മേന്മ എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈസ് എന്ത് ചെയ്യുക, വേരി ചെയ്യാം. ഹാൻഡിൽ മേസം ബീച്ച് അല്ലെങ്കിൽ ആപ്പിൾ വുഡ്, നമ്മളിവിടെ ഉങ്ങ് എന്നൊക്കെ പറയുന്ന ബീച്ച് വുഡിൽ ഇറ്റ് ഹാസ് 2 teeth per centimeter ലെങ്ത്. 1 സെൻറ്റിമീറ്ററിൽ 2 ടീത്ത്, അതാണ് അതിൻ്റെ പിച്ച് കണ്ടോ. ഒരു ടീത്തിൻ്റെ ഈ ചിത്രം നോക്കി നോക്കും നിങ്ങൾ, ഒരു ടീത്തിൻ്റെ ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്ത ടീത്തിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് വരെയുള്ള നീളത്തിന് എന്ത് വിളിക്കും, പിച്ച് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 സെൻറ്റിമീറ്ററിൽ 2 ടീത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കി നോക്കും, ഇറ്റ് ഹാസ് 3 to 6 teeth per 25 millimeter. 1 സെൻറ്റിമീറ്ററിൽ 2 ആണെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്ററിൽ 4 ഓക്കെ ആണോ, 2.5 സെൻറ്റിമീറ്ററിൽ 5 വേണ്ടേ. അപ്പോൾ ഏകദേശം ആ കണക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു റേഞ്ച് പഠിച്ചു വെക്കാം. ഈ ഒരു റേഞ്ച് 3 to 6. അപ്പോൾ എന്താണ് ഇങ്ങനെ അല്ലേ, ഇവിടെ 2 teeth per centimeter എന്ന് പറഞ്ഞു, ഇവിടെ എന്താണ് 3 to 6 teeth per 25 mm എന്ന് പറഞ്ഞു. അത് 2 സെൻറ്റിമീറ്ററിൽ 3 മുതൽ 6 എന്ന് പറഞ്ഞു. എന്താ ഇവരിങ്ങനെ മാറ്റി പറയുന്നത്? ഈ 2 പോയിന്റ്, അതായത് ഇറ്റ് ഹാസ് 3 to 6 teeth per 25 mm, അതുപോലെ തന്നെ ഇറ്റ് ഹാസ് 2 teeth per centimeter ലെങ്ത്. എന്തുകൊണ്ട് ഇവരിങ്ങനെ മാറ്റി പറയുന്നത്? ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ ആണോ? ടീത്ത് ഓഫ് റിപ്സോ, മാർക്ക് ചെയ്ത സമയം പോകുന്ന എഴുതിയിട്ടാണ്. ടീത്ത് ഓഫ് റിപ്സോ വേരി ഇൻ സൈസ് ആസ് പെർ ദി നീഡ് ഓഫ് ഫൈനസ് ഓഫ് വർക്ക് ടു ബി ഡൺ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ടീത്ത് നമുക്ക് വേരി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെസിഫൈഡ് ബൈ ഇസ് ലെങ്ത്, അതിൻ്റെ ലെങ്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്പെസിഫൈ ചെയ്യാം. എല്ലാതും അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ടീത്ത് ആംഗിൾ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ 2 പോയിന്റ്, ഈ ബ്ലേഡ് ലെങ്ത് ഓഫ് ദി ബ്ലേഡ് എന്താണ്, 60 മുതൽ 70 സെൻറ്റിമീറ്റർ വരെ കേട്ടോ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ
ക്രോസ് കട്ട് സോ ഫിഗർ 2 നമുക്ക് നോക്കാം. ക്രോസ് കട്ട് സോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ റിപ്സോൻ്റെ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരുന്നു. ക്രോസ് കട്ട് സോ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ കട്ടിങ് അക്രോസ് ദി ഗ്രെയിൻസ് ഓഫ് ദി ടിമ്പർ. നമ്മൾ ഗ്രെയിൻസിനെ അക്രോസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ക്രോസ് കട്ട് സോ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ ക്രോസ് കട്ട് സോ. നോക്കി നോക്കാം കേട്ടോ. ഹോളോ ബാക്ക്, ഹാൻഡിൽ, പോയിൻ്റ്, ബ്ലേഡ്, ഹീല് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ, ഫയലിൻ്റെ ഹീലും ഇതിൻ്റെ ഹീലും തമ്മിൽ മാറിപ്പോകരുത്. ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ഈസ് 56 to 70 സെൻറ്റിമീറ്റർ. ഫസ്റ്റത്തെ ലെങ്ത് എത്രയായിരുന്നു പറഞ്ഞത്? 60 മുതൽ 70 സെൻറ്റിമീറ്റർ പറഞ്ഞത്. റിപ്സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. റിപ്സോൻ്റെ കേസ് എന്താ പറഞ്ഞത്? 60 മുതൽ 70 സെൻറ്റിമീറ്റർ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ എത്രയാണ്? 56 മുതൽ 70 സെൻറ്റിമീറ്റർ വരെയാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഏകദേശം 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്. ഇറ്റ് ഹാസ് 5 to 9 ടീത്ത് പെർ 25 mm. നമ്മൾ റിപ്സോൻ്റെ കേസിൽ എത്ര പറഞ്ഞത്? 3 to 6 അല്ലേ? അപ്പോൾ ഏതിനാണ് കോസ് ഫിറ്റ് ചെയ്യുന്ന ഫൈൻ പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെയാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തത് കട്ടിങ് ആംഗിൾ ഓഫ് ദി ടീത്ത് 90 ഡിഗ്രി. കട്ടിങ് ആംഗിൾ ഓഫ് ടീത്ത് 90 ഡിഗ്രി വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമ്മുടെ റിപ്സോൻ്റെ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരുന്നു. ഇതിൻ്റെ ആംഗിൾ പക്ക 90 ഡിഗ്രിയാണ്. ചിത്രത്തിൽ നമുക്ക് ഈ ഒരു സൈസ് കണ്ടോ? ഈ ഒരു സൈസ് കറക്റ്റ് പെർപെൻഡിക്കുലർ ആവും കേട്ടോ. നമുക്കൊരു ലാപ്പ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ ആണോ? ആംഗിൾ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ചോദിച്ചിരുന്നു. ഇത് ക്രോസ് കട്ട് സോൻ്റെ ആണ്. ഇതിൻ്റെ 2 രീതിയിലുള്ള ചിത്രമുണ്ട് കേട്ടോ. ഒരു ചിത്രമാണ് ഞാനിപ്പോൾ എടുത്തത്. ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു, പക്ക 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. ദി ടീത്ത് ഹാസ് ഡിഫറെൻറ്റ് ഷേപ്പ് ടു ദാറ്റ് ഓഫ് റിപ്സോ. റിപ്സോയും ഈ ക്രോസ് കട്ട് സോയും രണ്ടും 2 ടീത്ത് ഷേപ്പാണ്. ഫൈനർ പിച്ചസ് ബ്ലേഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടായിട്ട് പഠിച്ചാൽ മതി. ഒരു മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാർക്കിങ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടായി പഠിച്ചാൽ മതി. അതായത് ഫൈനർ പിച്ച് ബ്ലേഡ് പ്രിഫേർഡ് ഫോർ ഹാർഡ് വുഡ്. ഫൈനർ പിച്ച് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അടുത്തടുത്തായിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിച്ച് എന്ന് പറയുമ്പോൾ ഒരു ടീത്തിൻ്റെ ഒരു പോയിൻ്റ് മുതൽ തൊട്ടടുത്ത ടീത്തിൻ്റെ അതേ പോയിൻറ്റിലേക്കുള്ള ആ ലെങ്ത്ത്. ഇപ്പോൾ ഫൈനർ പിച്ച് ഇറ്റ്സ് ബ്ലേഡ് ഈസ് പ്രിഫേർഡ് ഫോർ ഹാർഡ് വുഡ്. ഹാർഡ് വുഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? അടുത്തടുത്ത് എന്ത് വേണം? ടീത്ത് വേണം. അതുപോലെ തന്നെ ബ്ലേഡ് വിത്ത് കോസ് പിച്ച് ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റ് വുഡ്. സോഫ്റ്റ് എന്തായിരിക്കണം? കുറച്ച് കോസ് ആയാലും വിഷയമല്ല. ഹാക്സോ ബ്ലേഡിൻ്റെ കേസിൽ ഇത് ഇങ്ങനെയാണ് പിച്ച്. ഓക്കെ ആണോ? ഈ ചിത്രം അതിനും സെയിം ആയിരിക്കും. കോസ് പിച്ച് 1.8 mm ആണ്, മീഡിയം 1.4 to 1 mm ആണ്, ഫൈന് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പഠിക്കുന്നത് ഫൈനർ പിച്ചാകുമ്പോൾ എന്ത് ചെയ്യും? ഹാർഡ് വുഡിന്. കാരണം പെട്ടെന്ന് മുറിയണമെന്നുണ്ടെങ്കിൽ പിച്ച് എന്തായിരിക്കണം? അടുത്തടുത്ത് വേണം. ഓക്കെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് റിപ്സോ ആണ്. റിപ്സോൻ്റെ കേസിൽ നമ്മൾ ചീന്താനൊക്കെയാണ് റിപ്സോ ഉപയോഗിക്കുക. നമ്മൾ തിൻ സ്പ്രിങ് സ്റ്റീൽ കൊണ്ടാണ് അതിൻ്റെ ബ്ലേഡ് നിർമ്മിക്കുക. എലോങ് ദി ഗ്രെയിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് നമ്മൾ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരേപോലെ ചേർച്ചിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് നമുക്ക് എന്ത് ചെയ്യുക? വേരി ചെയ്യാം. അതിൻ്റെ 3 to 6 വരെ പെർ 25 mm നമുക്ക് ഉണ്ടാക്കുക. പിന്നെ ലെങ്ത്ത് അതിൻ്റെ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെങ്ത്ത് ഓഫ് ബ്ലേഡ് മറ്റേതിൻ്റെ 60 സെൻറ്റിമീറ്റർ മുതലാണെന്നുണ്ടെങ്കിൽ 68-70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 56 മുതൽ 70 ആണ്. ഏതിൻ്റെ കേസിൽ? ക്രോസ് കട്ട് സോൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് 5 to 9 ടീത്ത് പെർ 25 mm. അതിനേക്കാട്ടിലും ടീത്ത് കൂടുതലാണ് അല്ലേ? അതുപോലെ തന്നെ കട്ടിങ് ആംഗിൾ ഓഫ് ദി ടീത്ത് 90 ഡിഗ്രിയാണ്. ടീത്ത് ഹാസ് ഡിഫറെൻറ്റ് ഷേപ്പ് ടു ദാറ്റ് ഓഫ് റിപ്സോ. അതുപോലെ തന്നെ ഫൈനർ പിച്ച്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കി നോക്കാം ഹാൻഡ്സോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഹാൻഡ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ നോക്കി വെക്കുക കേട്ടോ. ഫിഗർ ഇപ്പോൾ എല്ലാത്തിലും ഏകദേശം ഒന്നാണെന്ന് വിചാരിക്കുന്നില്ലേ? ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ഈസ് ലെസ് ദാൻ ഇൻ ഹാൻഡ്സോ ദാൻ ഇൻ റിപ്സോ. നമ്മൾ ആദ്യം റിപ്സോയിൽ പഠിച്ചത് നമ്മൾ 60 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെയാണ് ബ്ലേഡ് ലെങ്ത്. അതിനേക്കാട്ടിലും കുറവാണ് ഹാൻഡ്സോൻ്റെ കേസിൽ. ഇനി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റർ വർക്ക്. നമ്മുടെ ലൈറ്റർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാൻഡ്സോ. നെക്സ്റ്റ് പാനൽസോ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോ.
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചൊരു ചോദ്യമാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോ ഏതാണ്? പാനൽ സോ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മെനി സൈസസ് ആൻഡ് ഹാസ് 10 to 12. ഏറ്റവും കൂടുതൽ ടീത്ത് ഇപ്പോൾ ഏതാണുള്ളത് നോക്കുക കേട്ടോ. ഇനിയും വരും, ഇനിയും ടീത്ത് കൂടിക്കൊണ്ടേ വരും. ഇപ്പോൾ എത്രയാണ്? 10 to 12. ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ചോദ്യം ഇങ്ങനെയാണ് വരിക. അതുപോലെ ലെങ്ത് ഈസ് ഫിക്സഡ് ലെങ്ത് ആണ്, 50 സെൻറ്റിമീറ്റർ ആണ്. സ്പെഷ്യലി യൂസ്ഡ് ഫോർ കട്ടിംഗ് പാനൽ ഫോർ ഡോർ ഷട്ടേഴ്സ്. കോമൺലി യൂസ്ഡ് സോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ പാനൽ ഫോർ ഡോർ ഷട്ടറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടെൻസോ സിമ്പിളാണ്. നമുക്ക് നോക്കി വെക്കാം. റെക്റ്റാങ്കുലർ ആണ് ഷേപ്പ്. റെക്റ്റാങ്കുലർ എന്ന് പറയുമ്പോൾ ഈ ഡൗട്ടിൽസോ കണ്ടോ നിങ്ങൾ? ഇതുപോലെ തന്നെയാണ് ഏകദേശം ഷേപ്പ് വരിക. പക്ഷേ ഹാൻഡിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ലെങ്ത് ഈസ് 25 to 40 സെൻറ്റിമീറ്റർ ലോങ്. ഇറ്റ് ഹാസ് 12 to 14 ടീത്ത് പെർ 25 mm. 1 ഇഞ്ചിൽ ഇപ്പോൾ കണ്ടോ നിങ്ങൾ ടീത്ത് കൂടി വരുന്നുണ്ടോ? ഇനി അതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടെനൻസോ എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ് കട്ട് അല്ലെങ്കിൽ ടെനൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെനൊക്കെ ഞാൻ ജോയിൻറ്റിലാട്ടോ വരിക. ഞാനിപ്പോൾ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. ടെനന് കണ്ടോ? ഈ ടെനനൊക്കെ ഉണ്ട്. ഇതിനെ കാണിക്കുക നമുക്ക് എന്ത് ചെയ്യുക? ഈ ടെനനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജനലിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ഈ ടെനൻ വരും. മോർട്ടേഴ്സ് ആൻഡ് ടെനൻ ജോയിൻറ്റ് എന്ന് പറയാം. മോർട്ടേഴ്സ് നമ്മൾ സാധാരണ ഉളി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മോർട്ടേഴ്സ് ഉണ്ടാക്കുക. പക്ഷേ ടെനൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഭാഗം ഔട്ട് സൈഡ് 2 സൈഡ് മാത്രം പോയാൽ മതിയില്ല. അപ്പോൾ ടെനൻ ആവില്ലേ? ഓക്കെ ആണോ? മോർട്ടേഴ്സ് ഒരു കുഴി, അതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഇത് ഇറക്കി വെക്കുക ചെയ്യുക, ടെനൻ ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ ടെനൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ് കട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെനൻസോ. ടെനനും ഡൗട്ട് സൈഡ് സോയും ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല. ബാക്കി 4 സോങ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈനർ വർക്ക്സ് ലൈക്ക് ടെനൻ. നമ്മൾ പറഞ്ഞു തന്നെ മെയിൻ യൂസ് ഈസ് മേക്കിംഗ് ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ് കട്ട്. പറഞ്ഞില്ലേ? സ്ട്രെയിറ്റ് ആവണം അല്ലേ? ടെനൊക്കെ എങ്ങനെ ആയിരിക്കും? സ്ട്രെയിറ്റ് ആണ്, ഷോർട്ട് അല്ലേ? റീൻഫോഴ്സിങ് സ്ട്രിപ്പ്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ കേസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. എ റീൻഫോഴ്സിങ് സ്ട്രിപ്പ് ഓൺ ദി ബാക്ക് ഈസ് പ്രൊവൈഡ് അറ്റ് ദി ടോപ്പ് ടു അവോയ്ഡ് ബെൻഡിങ് ഓഫ് ബ്ലേഡ്. നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് കട്ട് കിട്ടണമല്ലേ? അപ്പോൾ ബ്ലേഡ് ബെൻഡ് ചെയ്യാൻ പറ്റുമോ? ബ്ലേഡ് ബെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റീഇൻഫോഴ്സിങ് സ്ട്രിപ്പ്. എന്തിൻ്റെയാണ്? മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ്. എന്തിൻ്റെയാണ്? ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീൽ. ബ്രാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ ടു ആഡ് റിജിഡിറ്റി, ഫ്ലെക്സിബിൾ ആകാൻ പാടില്ല. ടു ആഡ് റിജിഡിറ്റിക്ക് നമ്മൾ ബ്രാസോ അല്ലെങ്കിൽ സ്റ്റീലോ നമ്മൾ കൊടുക്കുക. സിമ്പിളാണ് വിചാരിക്കുന്നത്. ക്ലോസ്ഡ് ഹാൻഡിലാണ് കേട്ടോ. ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഈ ടെനൻ്റെയും ഡൗട്ട് സൈഡിൻ്റെയും ഹാൻഡിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ടെനൻസോ സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനുള്ള 2 സോ ആണ്. ടെനൻസോ, ഡൗട്ട് സൈഡ്സോ, ഹാൻഡ്സോ. അതുപോലെ തന്നെ ക്രോസ് കട്ട്സോ. നിങ്ങൾക്ക് 1-2 വട്ടം നോക്കി നിങ്ങൾക്ക് എല്ലാം സിമ്പിളാവും. അടുത്ത് നോക്കാം. ഡൗട്ടൈൽസോ. ബൈ അപ്പിയറൻസ് ഇറ്റ് ഈസ് ലൈക്ക് ടെനൻസോ. പക്ഷേ ഹാൻഡിൽ ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? വേറെ എന്താ വ്യത്യാസം? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ റീഇൻഫോഴ്സിങ് കാണാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ലാലോ. റീഇൻഫോഴ്സിൻ്റെ മെറ്റീരിയൽ എന്താ പറഞ്ഞ്? ബ്രാസ് അല്ലെങ്കിൽ സ്റ്റീൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലേഡ് ബെൻഡാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ബ്ലേഡ് തിന്നർ സോറി ആൻഡ് നാരോവർ. ഈസ് വുഡൻ ഹാൻഡിൽ ഈസ് ഓപ്പൺ ആൻഡ് ഫ്രീ ടു മൂവ് ഫുൾ ലെങ്ത് ഓഫ് ബ്ലേഡ്. ഇപ്പോൾ ഇവിടെ ഹാൻഡിൽ ക്രോസ് ആണ് എഴുതിക്കോ. ഈ മരം വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ തട്ടൂലേ? തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹാൻഡിൽ ഈ ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ബ്ലേഡ് നമുക്ക് നീക്കാം അല്ലേ? ഹാക്സോ ബ്ലേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡിൽ അവിടെ തരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നിർത്തൂലേ? പക്ഷേ ഇതങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽ ഓപ്പൺ ഹാൻഡിലാണ്. അപ്പോൾ ഓപ്പൺ ഹാൻഡിലുള്ള സോൻ്റെ പേരാണ് ഡൗട്ട് ടൈൽ സോ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈനർ വർക്ക്. സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ കട്ടിങ് ടങ്സ് ഫോർ ഡൗട്ട് ടൈൽസ് ജോയിൻറ്റ്. ഡൗട്ട് ടൈൽസ് ജോയിൻറ്റിൻ്റെ ടങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഡൗട്ട് ടൈൽ ജോയിൻ്റ് ഒക്കെ നമ്മൾ നോക്കട്ടെ. എല്ലാം നമ്മൾ എല്ലാ വീഡിയോയിലും ജൂനിയർ ഇൻസ്ട്രക്ടറുടെ എക്സാമിൻ്റെ എല്ലാ എക്സാമിൻ്റെയും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. സപ്പോസ് വല്ല റീസൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. ലെങ്ത് ഓഫ് ബ്ലേഡ് ഈസ് 20 to 30 സെൻറ്റിമീറ്റർ ആൻഡ് ക്യാരീസ് 6 points per centimeter. ലെങ്ത് ഓഫ് ബ്ലേഡ് 20 മുതൽ 30 സെൻറ്റിമീറ്റർ ആണ്. ക്യാരീസ് 6 points per centimeter. ഒരു സെൻറ്റിമീറ്ററിൽ 6 points കേട്ടോ. ഇനി നമുക്ക് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. റിപ്സോ വേണ്ടല്ലോ. റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യും? ഒരുപാട് ലെങ്ത് ആവും. നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലാസ്റ്റ് ഒരു എക്സാമിൻ്റെ ഒക്കെ ഒരു 20 ദിവസം മുമ്പ് തന്നെ നമ്മൾ മിക്കവാറും ഈ പോർഷൻസ് തീർക്കും. എന്നിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ റിവൈസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത നോക്കുക. സ്പെഷ്യൽ സോ എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ സ്ട്രെയിറ്റ് സോ നമ്മൾ ഈ ആറോളം സോ പഠിച്ചില്ലേ? റിപ്സോ, ക്രോസ് കട്ട് സോ, പാനൽ സോ, ടെനൻസോ, ഡൗട്ടൈൽ സോ, അതൊക്കെ പഠിച്ചില്ലേ? ഈ സോസിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് കണ്ടോ നിങ്ങൾ?
ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വീതി, ഹൈറ്റ് കണ്ടോ നിങ്ങൾ? അത് അത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും മറ്റേ കർവിന് ഉപയോഗിക്കാൻ പാടില്ല, ചെറിയ ഷേപ്പിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് വേറെ എവിടെയെങ്കിലുമൊക്കെ തട്ടൂലേ, വളഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈറ്റ് വേറെ എവിടെയെങ്കിലുമൊക്കെ തട്ടൂലേ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹൈറ്റൊക്കെ ഉള്ള ബ്ലേഡ് അതിൽ വെച്ചു. ഒരു ഹാക്സോ ബ്ലേഡിൻ്റെ വീതി ഹൈറ്റ് ഇതിനുള്ളൂ അല്ലേ. അങ്ങനത്തെ ബ്ലേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇൻട്രിക്കേറ്റ് ഷേപ്പിന് അല്ലെങ്കിൽ കർവ്ഡ് ഷേപ്പിന് അല്ലെങ്കിൽ കോംപ്ലക്സ് ഷേപ്പിന് അല്ലെങ്കിൽ ഔട്ടർ അല്ലെങ്കിൽ ഇന്നർ സർഫസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ കർവ് കട്ടിംഗ് സോ അല്ലെങ്കിൽ സ്പെഷ്യൽ സോ എന്ന് വിളിക്കുന്ന 6 സോ ഉണ്ട്. മറ്റേതും 6 ഇതിലും 6. ഓക്കെയാണ്, സിമ്പിൾ അല്ലേ? രണ്ടിലും 6. ഒന്നാമത്തെ ബോസോ. എന്താണ് ബോ എന്താ ഷേപ്പ് ആലോചിച്ച് നോക്കൂ അല്ലേ? അമ്പും വില്ലിൻ്റെ ഒക്കെ ഷേപ്പില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ? അമ്പിനും വില്ലിൻ്റെ ഇല്ലേ, ആലോചിക്കാൻ സിമ്പിൾ അല്ലേ? കോപ്പിംഗ് സോ, ഫ്രെറ്റ്സോ, കോമ്പസോ, നെസ്റ്റ് സോ, കീ ഹോളൊക്കെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. നെസ്റ്റ് സോ സിമ്പിളാണ്, കോമ്പസോ സിമ്പിളാണ്. ബാക്കി പഠിക്കാനുള്ള ഈ 3 മാത്രമേ ഉള്ളൂ. ഈ ബോസോൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. ബോസോ നമുക്ക് നോക്കിയാൽ കണ്ടില്ലേ, മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മെറ്റീരിയൽ വുഡൻ മെറ്റീരിയലാണ്. ഇവിടെ ഈ വീഡിയോയിൽ സ്റ്റീൽ എന്താണ്, പക്ഷേ ഇവിടെ സാധാരണ വുഡനാണ് വരിക നമ്മുടെ നാട്ടിൽ. കണ്ടോ, ഒരു സ്ട്രിപ്പ് ഉണ്ട് ഇല്ലേ, അതിനടിയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡാവാതിരിക്കാനുള്ള ചെറിയൊരു സാധനം ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ബ്ലേഡ്. കണ്ടോ, ഹാക്സോ ബ്ലേഡിൻ്റെ വീതിയുള്ളൂ. ഹാൻഡിലൊക്കെ നീളം കണ്ടോ നിങ്ങൾ? ഇനി എങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക. കണ്ടോ നിങ്ങൾ? കണ്ടില്ലേ, അങ്ങനെയാണ് ഉപയോഗിക്കുക കേട്ടോ. ബോസോ ഒരു ഫ്രെയിം ഉണ്ട് അല്ലേ, ഇവിടെ എന്തുണ്ട്, ഫ്രെയിം ഉണ്ട്. അപ്പോൾ എത്ര ഹാൻഡിലുണ്ട് കണ്ടോ നിങ്ങൾ? എത്ര ഹാൻഡിലുണ്ട് നോക്കിയില്ലേ? ഇനി ഈ ഫ്രെയിമിനെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രെയിമിനെ തമ്മിൽ ഒരു ബാർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ മുകളിൽ ഒരു സ്ട്രിങ് കണ്ടോ? ഇപ്പോൾ നടുവിൽ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ എഴുതിക്കും, മോൾ ഭാഗം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടൂല്ലേ അല്ലേ? നമ്മൾ സീസോൻ്റെ ഒക്കെ ആക്ഷനൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടല്ലേ, അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു ലിവർ ഉണ്ട്. ബ്ലേഡ് ഏറ്റവും അടിയിലാണ് കണ്ടോ, തിന്ന് ബ്ലേഡാണ്. നമ്മളെ റിപ്സോൻ്റെ അല്ലെങ്കിൽ ടെൻസോൻ്റെ ഒക്കെ പോലെ അത്രയും ഹൈറ്റ് ഉണ്ടോ അല്ലല്ലോ ബ്ലേഡിന്. ഹാക്സോ ബ്ലേഡിൻ്റെ പോലത്തെ ഹൈറ്റിലേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാം. ഈ പോയിൻ്റ് പറഞ്ഞ ടീത്ത് തന്നെ കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം മെയ്ഡ് ഓഫ് വുഡ്. നമ്മൾ കണ്ട ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മുടെ GIയുടെ ഫ്രെയിം ആട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കാർപ്പൻട്രി ബുക്ക് പ്രകാരം നമ്മൾ പഠിക്കേണ്ടത് ഫ്രെയിം മെയ്ഡ് ഓഫ് വുഡ് ക്യാരിയിങ് കണക്റ്റിംഗ് ബാർ, എ സ്ട്രിങ്, ലിവർ ആൻഡ് 2 ഹാൻഡിൽ ഓൺ ബോത്ത് സൈഡ്. ഈ കണക്റ്റിംഗ് ബാറിൻ്റെ കേസ് പഠിക്കണം കേട്ടോ. ലെങ്ത് ഓഫ് ബ്ലേഡ് 20 to 30 സെൻറ്റിമീറ്റർ ആൻഡ് ക്യാരീസ് 6 പോയിൻറ്റ് per സെൻറ്റിമീറ്റർ. ഈ ബ്ലേഡ് നമ്മൾ ആക്സോ ബ്ലേഡിൻ്റെ ലെങ്ത് എത്ര, 250 to 350 അല്ലേ, 300 അല്ലേ. അപ്പോൾ ഇതിവിടെ ഒരു 5 കൊണ്ട് ഒന്ന് മുന്നിലേക്ക് വന്നു. 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ് ലെങ്ത് ഉണ്ടാവുക. അതിൻ്റെ പോയിൻ്റ് എത്രയാണ്, 6 ടീത്ത് per സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ 6 ടീത്ത് ഉണ്ടാവും. ഓക്കെ ആണോ? ഏകദേശം ആക്സോ ബ്ലേഡ് തന്നെ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. പിന്നെ ഇതിൻ്റെ യൂസ് നോക്കാം. ടു യൂസ് ഇറ്റ് ടു കട്ട് തിൻ കർവ്സ് ആൻഡ് പ്രൊഫൈൽസ് ഹാവിങ് ക്വിക്ക് ബെഞ്ച്. മനസ്സിലായോ? നമ്മൾ സാധാ ബ്ലേഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് കൊണ്ട് ഒരിക്കലും നമുക്ക് മുറിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നല്ല ക്വിക്ക് ബെൻഡുള്ള, അതുപോലെ തന്നെ പ്രൊഫൈൽസ്, അതുപോലെ തിൻ കർവ്സ്, അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോസോ ഉപയോഗിക്കാം. ഇനി അടുത്തത് കോപ്പിംഗ് സോ നമുക്ക് നോക്കി നോക്കാം. ആസ് വെരി ഫൈൻ ബ്ലേഡ് ഹെൽത്ത് ഇൻ സ്റ്റിഫ് വയർ ഫ്രെയിം. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആട്ടോ. യൂസ്ഡ് ഫോർ കട്ടിംഗ് ഷാർപ്പ് ആൻഡ് ക്വിക്ക് കർവ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണലി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്, ക്വിക്ക് ബെൻഡ് എന്നാണ് പഠിച്ച്, പ്രൊഫൈൽ എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്, ഷാർപ്പ് ആൻഡ് ക്വിക്ക് കർവ്സ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഷാർപ്പാണ്, ക്വിക്ക് കർവ്സ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഇങ്ങനെയാണ് നമുക്ക് 1 മാർക്ക് മൈനസ് ആവുക, അല്ലെങ്കിൽ 1 മാർക്ക് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയി കിട്ടുക. ഇത്രയും പോയിൻ്റാണ്, ഇങ്ങനത്തെ പോയിൻ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ചിത്രം നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ലേ, സിമ്പിൾ അല്ലേ? ലെങ്ത് ഓഫ് ബ്ലേഡ് 25 സെൻറ്റിമീറ്റർ. ഈ വയർ ഫ്രെയിം കണ്ടോ നിങ്ങൾ? അടുത്തത് ഫ്രെറ്റ്സോയും കോപ്പിംഗ് സോയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ചിത്രം ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നരുത്, നമ്മൾ എന്തെങ്കിലും റിവൈസ് ചെയ്യണം. ഫ്രെറ്റ്സോ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഫ്രെയിം കണ്ടോ നിങ്ങൾ? ഹാസ് എ വെരി ഫൈൻ ബ്ലേഡ്. നമ്മൾ കണ്ടതിലെല്ലാം എന്താണ്, ഫൈൻ ബ്ലേഡാണ്. 150 mm to 180 mm, അതായത് 15 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ. ഹെൽഡ് ഇൻ എ സ്റ്റീൽ ഫ്രെയിം ഓഫ് 300 mm to
500 mm. അതിൻ്റെ ഫ്രെയിമിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ ബ്ലേഡിൻ്റെ ലെങ്ത്തിനേക്കാട്ടിലും കൂടുതലുണ്ട് അല്ലേ? ഓക്കെ ആണോ? യൂസ്ഡ് ഫോർ കട്ടിങ് തിൻ വുഡ്, ചെറിയ വുഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് പഠിച്ചു വെക്കുക. അതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ ഫ്രെയിം കണ്ടോ, സ്റ്റീൽ ഫ്രെയിമിൻ്റെ ലെങ്ത്ത് കണ്ടോ നിങ്ങൾ, 30 സെൻറ്റിമീറ്റർ. അതിനെ നേരെ ഇരട്ടി എന്ന് വിചാരിക്കുക കേട്ടോ. 30 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കട്ടിങ് തിൻ വുഡ്സ്. അടുത്തത് കോമ്പസോ. കോമ്പസോ വളരെ സിമ്പിളാണ്. കോമ്പസോ ആ പേരിൽ എന്ത് ചെയ്യുക, പേരിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക മാക്സിമം. അപ്പോൾ സോ ബ്ലേഡ് കണ്ടോ നിങ്ങൾ, അതിൻ്റെ ഷേപ്പ് കണ്ടോ, അതിൻ്റെ ഹാൻഡിൽ കണ്ടോ, ഓപ്പൺ ഹാൻഡിലല്ലേ, നമുക്ക് നോക്കി നോക്കാം. ഹാസ് എ നാരോ ടാപ്പറിങ് ബ്ലേഡ്. അതെ, ടാപ്പേഡ് ആയിട്ടുള്ള ബ്ലേഡാണ് ഇത്. ഇതേപോലത്തെ ബ്ലേഡ് തന്നെയാണ്. 300 mm to 450 mm ഫിറ്റഡ് ഇൻ എ ഹാൻഡിൽ. യൂസ്ഡ് ഫോർ കട്ടിങ് ലാർജ് ഇൻറ്റീരിയർ കർവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ, ഇതെന്തായാലും ഇപ്രാവശ്യം ചോദിക്കുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ദി സ്പെഷ്യൽ സോ യൂസ്ഡ് ഫോർ കട്ടിങ് ലാർജ് ഇൻറ്റീരിയർ കർവ്. എന്താ അതിൻ്റെ പേര്? കോമ്പസോ. ഇറ്റ് ഈസ് നെസസറി ടു ബോർ എ ഹോൾ ഇൻ ദി ജോബ് ടു സ്റ്റാർട്ട് ദി സോ. നമ്മൾ എക്സാം കലണ്ടർ വന്നിക്കണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്ക് പിന്നെ നോക്കാം, നിങ്ങളെ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച ബ്ലേഡിൻ്റെ പേര് കോമ്പസ്. ഓക്കെ ആണോ? കോമ്പസോ യൂസ്ഡ് ഫോർ കട്ടിങ് ലാർജ് ഇൻറ്റീരിയർ കർവ്സ്. ഇറ്റ് ഈസ് നെസസറി ടു ബോർ എ ഹോൾ ഇൻ ദി ജോബ് ടു സ്റ്റാർട്ട് ദി സോ. നമ്മളെ കോമ്പസോയിൽ അറ്റ ഒരു സൂചി പോലെയല്ലേ. അപ്പോൾ നമുക്കിവിടെ ലാർജ് ഇൻറ്റീരിയർ കർവ്, ഇതിപ്പോൾ ഒരു ലാർജ് ഇൻറ്റീരിയർ കർവ് അല്ലേ. ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഒരു പലകയായിരുന്നു എന്ന് എഴുതിക്കോ. ഇത് ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ കോമ്പസോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കൊരു ഹോൾ വേണ്ടേ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡ്രില്ല് വെച്ചിട്ട് ഒരു ബോർ ഹോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഈ ഹോളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങാം അല്ലേ. കട്ട് ചെയ്ത് കോമ്പസ് അല്ല ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു ബോർ എ ഹോൾ ഇൻ ദി ജോബ് ടു സ്റ്റാർട്ട് ദി സോ വിത്ത് കോമ്പസോ. ഓക്കെ ആണോ? അതിൻ്റെ ടീത്തിൻ്റെ ലെങ്ത്ത് നോക്കിയൊക്കെ 1 ഇഞ്ചിൽ 8 മുതൽ 12 ഇത് വരെ. നെക്സ്റ്റ് ഓഫ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഹോൾ ബ്ലേഡ് 10 ഇഞ്ച്, കോമ്പസ് ബ്ലേഡ് 12 ഇഞ്ച് 14 ഇഞ്ച്, പ്രൂണിങ് ബ്ലേഡ് 18 ഇഞ്ച്. അപ്പോൾ നെക്സ്റ്റ് ഓഫ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ബ്ലേഡ്. എത്ര ബ്ലേഡ് ഉണ്ട് നെക്സ്റ്റ് ഓഫ് സോയിൽ? 3 ബ്ലേഡ് ഉണ്ട് വിത്ത് ഡിറ്റാച്ചബിൾ ഹാൻഡിൽ. 3 ബ്ലേഡ് ഉണ്ടാകുമ്പോൾ ഒരു ഫിക്സ്ഡ് ഹാൻഡിൽ പറ്റൂലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ഡിറ്റാച്ച് ചെയ്യണം. ദി ബ്ലേഡ്സ് ആർ പ്രൂണിങ് ബ്ലേഡ്, കോമ്പസ് ബ്ലേഡ്, കീ ഹോൾ ബ്ലേഡ് അല്ലെങ്കിൽ കീ ഹോൾ ബ്ലേഡ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് കർവ്. ലെങ്ത് ഓഫ് ബ്ലേഡ് 25 മുതൽ 40. 3 ബ്ലേഡിൻ്റെ പേര് പഠിച്ചു വെക്കുക, ഡിറ്റാച്ചബിൾ ഹാൻഡിലാന്ന് പഠിച്ചു വെക്കുക. 3 ബ്ലേഡിൻ്റെ ലെങ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കീ ഹോൾ ബ്ലേഡിന് വലിയ ലെങ്ത്ത് വേണ്ട, കാരണം കീ ഹോളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. 10 ഇഞ്ച് മതി. ബാക്കി പറ്റിയ രണ്ടെണ്ണത്തിലും എന്തിനും അത്യാവശ്യം ലെങ്ത്ത് വേണം. അടുത്ത് കീ ഹോൾസോ, വെറും കീ ഹോളിനായിട്ട് അതിൻ്റെ ഹാൻഡിൽ കണ്ടോ നിങ്ങൾ, അതായത് ടിപ്പ് എന്ത് വിളിക്കും, ടോ എന്ന് വിളിക്കും കേട്ടോ. ഇറ്റ് ഹാസ് 20 മുതൽ 30 സെൻറ്റിമീറ്റർ ലോങ് ബ്ലേഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് 6 mm വൈഡ് നിയർ ഹാൻഡിൽ. ഹാൻഡിൻ്റെ അവിടെ കണ്ടോ വീതി കണ്ടോ നിങ്ങൾ, പക്ഷേ ടിപ്പിൻ്റെ അവിടെ വീതി കണ്ടോ, വീതി ഉണ്ടോ ഇല്ലാലോ. 6 mm വൈഡ് നിയർ ഹാൻഡിൽ ആൻഡ് 3 mm വൈഡ് അറ്റ് ദി ടോ. എന്താണ് പറഞ്ഞത്, വീതി ഇല്ല. അതാണ് നിങ്ങൾ നോക്കണം. 3 mm എന്തുണ്ട്, ടിപ്പിൽ വീതി ഉണ്ട്, ടോല് വീതി ഉണ്ട്. ഹാൻഡിലിൻ്റെ അവിടെ 6 mm വീതി ഉണ്ട്. ഇവിടെ വീതി ഇല്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റുമോ? നമ്മൾ ഷേപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 0.5 mm അല്ലെങ്കിൽ 1 mm. പക്ഷേ നമ്മളെ ഉത്തരം തെറ്റാണ്. കാരണം എന്താ, 3 mm വൈഡ് അറ്റ് ദി ടോ ആൻഡ് 6 mm വൈഡ് നിയർ ദി ഹാൻഡിൽ. യൂസ്ഡ് ഫോർ ഇൻട്രിക്കേറ്റ് ആൻഡ് ഇൻറ്റേർണൽ വർക്ക്. ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ഈസ് 25 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ. നമുക്ക് നോക്കിയേക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ ഈ സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പവർ ടൂൾസ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഇലക്ട്രിസിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ മാൻമെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ പവർ അല്ലെങ്കിൽ നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മളൊന്നും അല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ള തലമുറ ഒന്നും ഈ അറക്കവാള് അല്ലെങ്കിൽ വാള് അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മൾ സോ എന്ന് വിളിക്കും, ഇംഗ്ലീഷിൽ സോ എന്ന് വിളിക്കും, അതുപോലത്തെ സോ കാണാത്തത്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് കയറുകൊണ്ടുള്ള ഡ്രില്ല് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനെല്ലാം ചെറുപ്പത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. മില്ലിൻ്റെ തൊട്ടടുത്ത് പേട്ട ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ കാർപ്പൻട്രിയൊക്കെ ഞാൻ ഈ കാർപ്പൻട്രിയുടെ ടെക്സ്റ്റ് ബുക്കൊന്നും വായിച്ചു നോക്കത്തില്ല. ഇത് അടിപൊളിയാണ് നല്ല, കാരണം നമ്മൾ കണ്ട് പരിശീലിച്ച ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് നോക്കി നോക്കാം, സമയം കളയുന്നില്ല. അടുത്തത് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി നോക്കാം. എന്താണ്, ടൂൾസാണ് കേട്ടോ. ഇനി വുഡൊക്കെ പോർട്ടബിൾ ഇലക്ട്രിക് മെഷീൻ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മാനുഫാക്ചർ വുഡ്. ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ കേട്ടോ. അടുത്തത് ഫസ്റ്റ് പോർട്ടബിൾ ഇലക്ട്രിക് സർക്കുലർ ഹാൻഡ്സോ ആണ്. പോർട്ടബിൾ ആണ് അല്ലേ. നമ്മൾ കൈ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ചെയ്യുക അല്ലേ. കൈ കൊണ്ട്
നമ്മൾ കൈ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്യൂറസി നമ്മൾ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്ററെ അക്യൂറസി, അല്ലെങ്കിൽ അത്യാവശ്യം കൈ നല്ലവണ്ണം വിറച്ചു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഫേമായിട്ട് പിടിച്ചില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അക്യൂറസി തെറ്റും. അപ്പോൾ സ്ട്രെയിറ്റ് കട്ടുള്ളത് എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ ആവും. സോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് നമ്മൾ ടൈൽസ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക, പോർട്ടബിൾ സോ. പക്ഷേ രണ്ടിൻ്റെയും ബ്ലേഡ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ടോ നിങ്ങൾ ഒരു ബേസ് പ്ലേറ്റ് കണ്ടോ, ഇതുപോലത്തെ ചതുരത്തിലുള്ള പ്ലേറ്റ് കണ്ടോ, ഇത് ഇത് ഇവിടെ ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ, ബിവൽ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, ഒരു വിങ് നെറ്റ് കണ്ടോ, ഈ വിങ് നെറ്റ് ലൂസാക്കിയിട്ട് ഈ ബേസ് പ്ലേറ്റ് ഞാനൊന്ന് മുകളിലേക്ക് പൊക്കി വെച്ച് വരുത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ അടിയിൽ ഈ കറങ്ങുന്ന ബ്ലേഡ് ഉണ്ടോ അടിയിൽ, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടിയിലേക്കുള്ള വീതി, ഈ ബേസ് പ്ലേറ്റിൻ്റെ അടിയിലേക്കുള്ള നീളം എന്ത് ചെയ്യും, കൂടൂലേ. അപ്പോൾ അത്രയും ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടൂലേ. ഇനി അതേപോലെ ഈ വിങ് നെറ്റ് നമ്മൾ ലൂസാക്കിയിട്ട് ഏറ്റവും ഈ അറ്റത്ത് കൊണ്ടുവച്ച് വരുത്തിക്കും. അപ്പോൾ ഈ ബേസ് പ്ലേറ്റ് എന്ത് ചെയ്യും, നല്ലോണം താഴ്ന്നു നിൽക്കൂലേ. നല്ലോണം താഴ്ന്നു നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലേഡിനെ പരമാവധി കവർ ചെയ്യൂലേ. അപ്പോൾ ബ്ലേഡിൻ്റെ ചെറിയൊരു ടിപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പലകമ്മേ അല്ലെങ്കിൽ പ്ലാങ്കമ്മേ അല്ലെങ്കിൽ വർക്ക് പീസുമേ തട്ടുള്ളൂ. അപ്പോൾ അത്രയും ഡെപ്ത് ഓഫ് കട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാർബോബഷൻ നമ്മൾ മാറ്റണം. പിന്നെ ഇലക്ട്രിക് കോഡ് ഇടക്കും തലക്കൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് ആവാറുണ്ട്, ഇങ്ങനെ വളഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റണം, ഇടയ്ക്ക് മാറ്റേണ്ടി വരും. പിന്നെ ഹാൻഡിൽ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഉണ്ടാവുക. ട്രിഗർ സ്വിച്ച് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, വിരൽ വെക്കുക. നമ്മൾ ചൂണ്ടുവിരലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രിഗർ സ്വിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ കേട്ടോ, കോമൺ ആയിട്ട് അങ്ങനെ കണ്ടുവരൽ, നമ്മൾ ചൂണ്ടുവിരലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഈ ആർബറാണ് ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലേഡ് ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ആ ഗാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെ ചിപ്സൊക്കെ ഇങ്ങനെയൊക്കെ പോവാന്നൊക്കെ അതിലൂടെയാണ് തീരുമാനിക്കുക. അപ്പോൾ പാർട്സ് മോട്ടർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞ ടൈൽസിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഇൻ വുഡ് വർക്കിംഗ് വർക്ക്ഷോപ്പ് ദിസ് പവർ ടൂൾ ഹാസ് ബീൻ ഇംപ്രൂവ്ഡ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽറ്റ് ഇൻ ബ്ലേഡ് ബ്രേക്ക്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഫുൾ ഫോർ കട്ടിങ് ഗ്രൂസ് ആൻഡ് റിബേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ കട്ടിങ്ങിന് മാത്രമല്ല ഉപയോഗിക്കുക, ഗ്രൂസ് ഉണ്ടാക്കാനും റിബേറ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. റിബേറ്റൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. റിബേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീപ്പർ കണ്ടോ, ഒരു പലകട ചെറിയ ചെറിയ പീസ്, ജസ്റ്റ് അത്ര മനസ്സിലാക്കി വെക്കുക. റിബേറ്റിന് ഫോട്ടോ റീപ്പർ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, ഇതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കാം. പിന്നെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉള്ള തീരുമാനമായിരുന്നു കേട്ടോ, നമ്മുടെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഈ വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മളെ കോമ്പസാണ് കേട്ടോ. കോമ്പസ് കണ്ടോ നിങ്ങൾ. പിന്നെ അതടുത്തതിൽ നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഗ്രൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതുപോലെ റിബേറ്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ദി വേരിയസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദി പോർട്ടബിൾ ഇലക്ട്രിക് സർക്കുലർ സോ മെഷീൻ പോസിബിൾ സെവറൽ ഡിഫറെൻറ്റ് ബ്ലേഡ്സ് പൊസിഷൻ. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ബിവൽ അഡ്ജസ്റ്റ്മെൻറ്റ് 45 മുതൽ 90 ഡിഗ്രി വരെ ഈ ബിവൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വിങ് ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേസ് പ്ലേറ്റിൻ്റെ സ്ഥാനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം to different blade position. It is possible, for example, to change the depth of cut and also to make different bevel cut, coarse cutting and ripping. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഡെപ്ത് ഓഫ് കട്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, വിങ്ങിനെട്ട് ഏറ്റവും അങ്ങോട്ടാക്കി എന്ത് ചെയ്യും, ഈ ബേസ് പ്ലേറ്റ് താഴുമ്പോൾ എന്ത് ചെയ്യും, ഈ ബ്ലേഡിനെ കവർ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഈ ബേസ് പ്ലേറ്റിൻ്റെ അടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര മാത്രമേ ഡെപ്ത് ഓഫ് കട്ട് മാത്രമേ കിട്ടുള്ളൂ, ഡെപ്ത് ഓഫ് കട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി ക്രോസ് കട്ടിങ് ആൻഡ് റിപ്പിംഗ് ആർ ഡൺ വെരി മച്ച് ദി സെയിം വേ. പക്ഷേ റിപ്പിങ്ങിൻ്റെ കേസിൽ വ്യത്യാസമുണ്ട് കേട്ടോ. റിപ്പിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട് എസ്പെഷ്യലി വെൻ സോ ഈസ് ഓപ്പറേറ്റഡ് ഫ്രീ ഹാൻഡ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ പോർട്ടബിൾ മെഷീനാണ്, നമ്മൾ ഓപ്പറേറ്ററുടെ തഴക്കം അല്ലെങ്കിൽ വഴക്കം, കാരണം ഓപ്പറേറ്ററുടെ കൈ വൈബ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ നമ്മളെ റീപ്പറൊക്കെ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചിരുന്ന റിബേറ്റിൻ്റെ ചിത്രമല്ല കേട്ടോ. റിബേറ്റിൻ്റെ ചിത്രം ഞാൻ നോക്കിയില്ല, ഞാൻ പറഞ്ഞത് ഇതിൻ്റെയാണ്, റീപ്പറാണ് എൻ്റെ ചിത്രം കാണിച്ചത് കേട്ടോ. ഇവിടെ സൈഡിൽ ഉണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് റിബേറ്റിൻ്റെ ഒരു ഫോട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മളെ ടങ് ആൻഡ് ഗ്ലൂവിൻ്റെ മാതിരി തന്നെ ഇവിടെ ഒരു അത് ഞാൻ കട്ട് ചെയ്തതാണ്, പെട്ടെന്ന് ഓർമ്മ ഉണ്ടായില്ല. ഇതാണ് റീപ്പർ കേട്ടോ. നമ്മൾ ചെറിയ റീപ്പർ, വലിയ റീപ്പറൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് 4 ഇഞ്ചിൻ്റെ റീപ്പർ മുതൽ ഇങ്ങനത്തെ റീപ്പറൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മളെ ജനലിൽ ഗ്ലാസ് വെക്കാനൊക്കെ നമ്മൾ റീപ്പർ ഉപയോഗിക്കത്തില്ലേ. അപ്പോൾ ഈ റീപ്പറൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണ്ടേ. ഈ സ്ട്രെയിറ്റ് ആയി കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പോർട്ടബിൾ ഹാൻഡ്സോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ഇവിടുന്ന് ഇങ്ങനെ പോയി സ്ട്രെയിറ്റ് ആയിട്ട് പോയി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു,
കൈ കുലുങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ റേപ്പറിൻ്റെ സൈഡൊക്കെ പോകില്ലേ. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം അടിക്കാം. നമ്മൾ ആശാരിമാർ പേട്ടയിൽ ചെയ്യും, ഫ്രെയിമൊക്കെ അടിച്ചിട്ട് അനക്കാത്ത രീതിയിലൊക്കെ വെക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം റിപ്പിംഗ് ആണ്. റിപ്പിംഗ് പറയുമ്പോൾ ഈ റീപ്പർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. When using the saw, the work should be clamped down. The cutting action tend to cause the considerable vibration. This is due to same cutting on its upward stroke which tend to pull the machine into the wood. നമുക്ക് 2 ടൈപ്പ് കട്ടിങ് ഉണ്ടല്ലേ, അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും ഇല്ലേ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നതാണ് അപ്വേർഡ് സ്ട്രോക്കിലാണ് ഇതിൻ്റെ കട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഈ മരത്തിന് എന്ത് ചെയ്യും, ഇങ്ങനെ പുള്ളി ചെയ്യാൻ സഹായിക്കും, അതായത് പൊന്തിക്കാൻ വേണ്ടി നോക്കും. ഇതിൻ്റെ ടീത്ത് ഇവിടെ കാണുന്നില്ല, ഗാർഡ് കാണാം, ഇതിന് ടീത്ത് കാണുന്നില്ല. ടീത്ത് കണ്ടോ, ഈ ടീത്ത് എന്ത് ചെയ്യും, മരം ഇവിടെ, ഇതിപ്പോൾ മരം, ഈ ബേസ് പ്ലേറ്റ് മരമാണെന്ന് വിചാരിച്ച് നോക്കും. അപ്പോൾ അതുമ്മക്ക് ഇങ്ങനെ തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ബേസ് പ്ലേറ്റിൽ നിന്നുള്ള മരം എന്ത് ചെയ്യും, ഇങ്ങനെ പൊന്താൻ ചാൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്താണ് ടെൻ ടു കോസ് കൺസിഡറബിൾ വൈബ്രേഷൻ ഡ്യൂ ടു എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കട്ടിങ് എപ്പോഴാണ് ഉണ്ടാവുക, അപ്പേർഡ് സ്ട്രോക്കിലാണ്. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ചോദ്യം MCQ ചോദിക്കാം കേട്ടോ. പോർട്ടബിൾ സ്ട്രോ മെഷീൻ്റെ കട്ടിങ് ഏത് സ്ട്രോക്കിലാണ്, അപ്പ് വേർഡിലാണോ ഡൗൺ വേർഡിലാണോ ചോദിക്കാം. ഹാർഡ് വുഡ് അപ് ടു 50 mm തിക്ക് ക്യാൻ ബി കട്ട്. 50 mm കട്ടിയുള്ള മരം വരെ നമുക്ക് എന്ത് ചെയ്യാൻ, മുറിക്കാം. ബ്ലോക്ക് ബോർഡ്, പ്ലൈവുഡ്, വാൾ ബോർഡ് ക്യാൻ ബി ആൾ ബി കട്ട് വിത്ത് സ്പെഷ്യൽ ബ്ലേഡ് അറ്റ് ഹൈ സ്പീഡ്. ഇനി അടുത്തത്, നമ്മൾ ഈ വൈബ്രേഷൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് വന്ന് കണ്ടുപിടിച്ച ഒരു ഇൻവെൻഷനാണ് പോർട്ടബിൾ ഇലക്ട്രിക് ജിഗ്സോ. പേര് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ, സ്വിച്ച് കണ്ടില്ലേ, ഹാൻഡിൽ കണ്ടില്ലേ, ഇനി മോട്ടോർ ഉണ്ട്, ബ്രഷ് ഉണ്ട്, ബേസ് പ്ലേറ്റ് ഉണ്ട്, ബ്ലേഡ് കണ്ടോ നിങ്ങൾ, കണ്ടോ. നമ്മൾ തുന്നൽ മെഷീൻ്റെ സൂചി എങ്ങനെയാണ് അനങ്ങുക അല്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ആക്ഷൻ. തുന്നൽ മെഷീൻ്റെ സൂചി എങ്ങനെയാണ് അനങ്ങുക, അതേ ആക്ഷനാണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലേഡ് നമുക്ക് തുന്നൽ മെഷീൻ്റെ അവിടെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ, സക്സസ് ആയില്ല. The portable jigsaw is a very competent machine tool for cutting wood, composition board, veneer, plastic cardboard, plastics, cardboard and leather. ലെതറൊക്കെ കട്ട് ചെയ്യണത് ഞാൻ നമ്മുടെ ഡിസ്കവറി ടെർബോ അല്ലെങ്കിൽ ഡിസ്കവറി സയൻസിലോ എന്തോ നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഈ ലെതർ അല്ലെങ്കിൽ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഡാഷ്ബോർഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ഉപയോഗിക്കുക ഈ ജിഗ്സോ മെഷീനാണ് ഉപയോഗിക്കുക. ദിസ് ബോർഡ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് ആർ ഇറ്റ്സ് ഐഡിയൽ പോർട്ടബിൾ ഇലക്ട്രിക് ഫോർ യൂസിങ് ക്യാബിനറ്റ് മേക്കിംഗ് ഷോപ്പ്, അതുപോലെ ഫർണിച്ചർ ഫാക്ടറി എല്ലാം ഉപയോഗിക്കാം. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് സേഫ് ടൂൾ. ഇത് നോക്കി വെക്കാം കേട്ടോ, ഈ ഒരു പോയിന്റ് നോക്കി വെക്കാം. ഇറ്റ് ഈസ് എ സേഫ് ടൂൾ ഫോർ എവരി വൺ യൂസ് ആൻഡ് റൺ ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ട്രെയിനീസ് ക്യാൻ ഒബ്റ്റെയിൻ എക്സലന്റ് റിസൾട്ട് വിത്തിൻ ഓൺലി എ ഫ്യൂ മിനിറ്റ് ഓഫ് പ്രാക്ടീസ്. മറ്റേത് നമ്മൾ വൈബ്രേഷൻ വരും, പക്ഷേ ഇത് എന്ത് ചെയ്യില്ല, ഒരു വൈബ്രേഷൻ വരത്തില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക, 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ പഠിച്ചെടുക്കാം. ദി മെയിൻ പാർട്സ് ആർ, നമ്മൾ നോക്കി തന്നെയാണ്. വൈൽ ഓപ്പറേറ്റിംഗ് ദി ഹാൻഡിൽ ഓഫ് ദി സോ ഹെൽഡ് ഫേംലി ഓൺ ബോത്ത് ദി ഹാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, ദി ഹാൻഡിൽ ഓഫ് ദി സോ ഹെൽഡ് ഫേംലി ഓൺ ബോത്ത് ദി ഹാൻഡ്. വളരെ 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 ഇമ്പോർട്ടൻ്റ്. കാരണം ഹാൻഡിലെ വലിപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ, രണ്ട് ഹാൻഡും ഈസി ആയിട്ട് വെക്കാം. ആൻഡ് ഫേസ് പ്ലേറ്റ് കെപ്റ്റ് ഫേംലി ഓൺ ദി ജോബ്. ഫേസ് പ്ലേറ്റ് എന്ത് ചെയ്യണം, ഈ ബേസ് പ്ലേറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അപ്പോൾ മരം എന്ത് ചെയ്യണം, ഇതിൻ്റെ തൊട്ടടുത്ത് വരണം. അല്ലെങ്കിൽ നമ്മളെ പ്ലാങ്ക് ഇതിൻ്റെ തൊട്ടടുത്ത് വരണം. അപ്പോൾ മരം ഞാൻ എന്ത് ചെയ്തു, ഈ ബേസിൽ നിന്ന് കുറച്ച് വിട്ട് പിടിച്ച്, അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റുമ്പോൾ നമ്മളെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ 2 കൈയും ശരീരത്തിൽ നിന്ന് വിട്ട് നിന്നിട്ട് നമ്മൾ കറങ്ങൂലേ, ആ ഒരു ഇംഗ്ലീഷിൻ്റെ പേരുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിൽ കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ കൈ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഇതാക്കൂലേ, ഫോഴ്സ്, പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം, നോക്കി നോക്കാം. ദി സ്വിച്ച് ഈസ് പുട്ട് ഓൺ ഇൻ അഡ്വാൻസ്. എ സ്ട്രോക്ക് ഈസ് എ സ്ട്രെയിറ്റ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദി സോ ബ്ലേഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് വരിക. ദി ബ്ലേഡ് കട്ട് ഓൺലി ഇൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ, വളരെ 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 ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാരണം ഇത് എന്തായാലും ചോദിക്കും. മറ്റേതിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഇതിലും നമ്മൾ പഠിച്ചു ഏതിലാണ് കട്ടിങ് ഓൺ ഇസ് അപ്വേർഡ് സ്ട്രോക്ക്. അതുപോലെ തന്നെ ഇതിലും നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. എ സ്ട്രോക്ക് ഈസ് എ സ്ട്രെയിറ്റ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ സ്ട്രോക്ക് ഓൺ ബാക്ക്. ദി ബ്ലേഡ് കട്ട് ഓൺലി ഓൺ അപ്പ് സ്ട്രോക്കിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കട്ട് ചെയ്യുള്ളൂ. ബാക്കിംഗ് അവേ ഓൺ ദി റിട്ടേൺ സ്ട്രോക്കിൽ നമ്മുടെ ഷേപ്പർ മെഷീൻ ഉണ്ടല്ലോ, സെയിം സാധനം. ഓക്കെ ആണോ? അപ്പോൾ ഈ 2 പോയിന്റ് എന്ത് ചെയ്യുക നോക്കുക. അപ്പ് സ്ട്രോക്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കട്ട് ചെയ്യത്തുള്ളൂ, ജിഗ്സോ കട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? മറ്റേതാണെങ്കിൽ നമ്മുടെ പോർട്ടബിൾ ഹാൻഡ്സോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്വേർഡ് സ്ട്രോക്കിൽ, ഓക്കെ ആണോ, അപ്വേർഡ് സ്ട്രോക്കിലാണ് കട്ട് ചെയ്യുക. നമുക്ക് നോക്കി നോക്കാം. പിന്നെ റൗണ്ട് കട്ട് ഇതുണ്ടോ, ഇത് കട്ട് ചെയ്ത് കണ്ടോ നിങ്ങൾ, ഫസ്റ്റ് കട്ട്,
സെക്കൻഡ് കട്ട് കണ്ടോ, തേർഡ് കട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് കട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം, സെക്കൻഡ് കട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം, തേർഡ് കട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി റൗണ്ട് കട്ട്, എ ഹോൾ ഷുഡ് ബി ഡ്രിൽഡ് ലാർജർ ദാൻ ദി ബ്ലേഡ് ഇൻ വേസ്റ്റ് പോർഷൻ ഓഫ് ദി ജോബ് ടു ഫെസിലിറ്റേറ്റ് ഇനീഷ്യൽ എൻട്രി ഓഫ് ദി, നമ്മൾ കോമ്പസോ പഠിച്ചില്ലേ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ കോമ്പസോൻ്റെ അറ്റം ഇറങ്ങാൻ വേണ്ടി നമ്മളൊന്ന് ഹോൾ ഡ്രില്ല് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ഹോൾ ഡ്രില്ല് ചെയ്യണം. കോംപ്ലക്സ് ടൈപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ വേസ്റ്റ് ഭാഗം ഇതിപ്പോൾ ഒഴിവാക്കാനുള്ള ഭാഗമല്ലേ അല്ലേ, സോറി ഇത് ഒഴിവാക്കാനുള്ള ഭാഗമല്ലേ, അവിടെ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഈ ജിക്സോൻ്റെ ബ്ലേഡിനെക്കാട്ടിലും, ജിക്സിൻ്റെ ബ്ലേഡ് കണ്ടോ, നമ്മൾ ഹാക്സോ ബ്ലേഡിൻ്റെ ആ വലിപ്പമുണ്ട് കണ്ടോ, കറക്റ്റ് എനിക്ക് അറിയത്തില്ലാണ്, നോക്കണം. ഈ ബ്ലേഡിൻ്റെ ഈ ലെങ്ത്തിനെക്കാട്ടിലും വലിയൊരു ഹോൾ എന്ത് ചെയ്യുക, ഈ വേസ്റ്റ് ഭാഗത്ത് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ ആണോ, സിമ്പിളാണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വോൾട്ട് അത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ദി കട്ടിംഗ് സ്പീഡ് ഈസ് അപ്രോക്സിമറ്റ്ലി 4200 സ്ട്രോക്ക് പെർ മിനിറ്റ് കേട്ടോ, സ്ട്രോക്ക് പെർ മിനിറ്റ്. കാരണം സ്ട്രോക്ക് പറഞ്ഞാൽ എന്താ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. ഓക്കെ ആണോ, അപ്വാർഡ് സ്ട്രോക്ക് ഡൗൺവാർഡ് സ്ട്രോക്ക് 4200 സ്ട്രോക്കാണ് പെർ മിനിറ്റിൽ ഉണ്ടാവുക. എ സ്ട്രോക്ക് ഈസ് എ സ്ട്രേറ്റ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദി സോ ബ്ലേഡ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഇവിടുത്തെ ഇതൊന്ന് ചോദ്യം ചോദിക്കും, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ, നിങ്ങൾ എന്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ബുക്കില്ലാന്ന ആൾക്കാർ പറയുന്നുണ്ട്, ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഭാരത്.സ്കിൽ.ഗവൺമെൻറ്.in ആണ്. ഞാൻ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനങ്ങനെ ആക്റ്റീവ് അല്ല, ഒന്നാമത് സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ബുക്ക് അപ്ലോഡ് ചെയ്ത് തരാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഇന്ന് പഠിച്ചു, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഇന്ന് പഠിച്ചു, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതും നമ്മൾ ഇന്ന് പഠിച്ചു. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇതും കൂടി നോക്കാം കേട്ടോ. ഞാൻ ഇന്നാണ് വീഡിയോ ഇടുന്നത്, ഞാൻ വിചാരിച്ചതല്ല, ചിലപ്പോൾ നാളെ സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് എന്നിട്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സോ ഷാർപ്പനിങ് ആൻഡ് റീഷേപ്പിംഗ് ടു പെർഫോം ദി സോയിങ് ഓപ്പറേഷൻ വിത്ത് ഈസ് ആൻഡ് അക്യൂറസി ദി സോ മസ്റ്റ് ബി ഇൻ ഗുഡ് കണ്ടീഷൻ വിത്ത് ഇറ്റ്സ് ടീത്ത് ഷാർപ്പൺഡ് ആൻഡ് വെൽ സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്സോ ബ്ലേഡിൻ്റെ കേസിലാണെങ്കിൽ അതിൽ ചിത്രം ഉണ്ടായിരുന്നു, ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇതിൽ ചിത്രം കണ്ടു കേട്ടോ, അതുണ്ടോ ചിത്രം ഉണ്ട്. ഈ ഒരു ബ്ലേഡ് കണ്ടോ, ഒരു ബ്ലേഡ് എന്തുണ്ട് അങ്ങോട്ട് വളഞ്ഞിട്ടുണ്ട്, ഒരു ബ്ലേഡ് ഇങ്ങോട്ട്, ഒരു ബ്ലേഡ് അങ്ങോട്ട്, ഒരു ബ്ലേഡ് ഇങ്ങോട്ട്. എന്നാലേ കട്ട് ചെയ്യുമ്പോൾ ആ കർവ് എടുത്ത് എന്ന് പറഞ്ഞില്ലേ ആ സാധനത്തിൽ, എന്നാലേ മരം ഇങ്ങോട്ട് മുറിഞ്ഞ് പോരത്തുള്ളൂ. ഓക്കെ ആണോ. ടീത്ത് ഷാർപ്പൺഡ് ആൻഡ് വെൽ സെറ്റ്. ഷാർപ്പനിങ് ഓഫ് എ സോ ഇൻവോൾവ് 4 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ടോപ്പിംഗ്, രണ്ടാമത്തെ റീഷേപ്പിംഗ്, മൂന്നാമത്തെ സെറ്റിംഗ്, നാലാമത്തെ ഷാർപ്പനിങ്. ഞാൻ എന്താ പറഞ്ഞ്, നമ്മൾ സോ വൈസ് കണ്ടില്ലേ, സോ വൈസിൽ 3 ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ഡൗട്ട് വരാൻ കാരണം നമ്മൾ ഷാർപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ 3 ഫംഗ്ഷൻ വരാറില്ല. ഇതുണ്ടോ, ഞാൻ എന്താ പറഞ്ഞു, ഞാൻ സോ വൈസ് ഷാർപ്പനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത് വരിയിൽ നിമിയുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഷാർപ്പനിങ് കൂടാതെ 3 ഫംഗ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ ഷാർപ്പനിന് വരുന്ന സ്റ്റെപ്പുകളാണത് ടോപ്പിങ്, റീഷേപ്പിങ്, മാർക്ക് ചെയ്യാതിരിക്കാൻ നല്ലത്, റീഷേപ്പിങ്, അതുപോലെ സെറ്റിങ്, അതുപോലെ ഷാർപ്പനിങ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടോപ്പിങ്, ഇത് പേര് പോലെ തന്നെ കേട്ടോ, പേര് പോലെ തന്നെയാണ്. എന്താണ്, ഫ്ലാറ്റ് ഫയൽ കണ്ടോ നിങ്ങൾ, ഫ്ലാറ്റ് ഫയൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഫ്ലാറ്റ് ഫയൽ കണ്ടോ, ഈ ഗ്യാപ്പ് ഉണ്ടോ നടുവിൽ, ഇതുപോലെ അടിയിലും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് എവിടെ മാത്രമേ കൊള്ളുള്ളൂ, ഈ ടീത്തുമ്പോൾ മാത്രമേ കൊള്ളത്തുള്ളൂ. ഫയൽ എവിടെ കൊള്ളത്തുള്ളൂ, ഈ ഗ്രൂവ്ഡ് വുഡൻ ബ്ലോക്കിൻ്റെ ആ നടുവിലാണ് ഫയലും ബ്ലേഡുമായിട്ട് കൊള്ളത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരേപോലെ വരും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദിസ് ഡൺ ടു ബ്രിങ് ഡൗൺ ദി പോയിന്റ് ഓഫ് ആൾ ടീത്ത് ടു സെയിം ലെവൽ. ഓക്കെ ആണോ, കാരണം ഈ വുഡൻ ബ്ലോക്ക് ഉണ്ട് ഇവിടെ അല്ലേ. പിന്നെ ഇതിനോട് മാത്രമേ കോൺടാക്റ്റ് ചെയ്യുള്ളൂ, നമ്മൾ ഫയലിനോട് മാത്രമേ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. എ ഫ്ലാറ്റ് ഫയൽ, ഏതാണ് ഫ്ലാറ്റ് ഫയൽ, ഒരുപാട് ഫയൽ കിട്ടും. അതിൽ ഫ്ലാറ്റ് ഫയൽ ഈസ് ഹെൽഡ് ഇൻ എ വുഡൻ ബ്ലോക്ക് ആൻഡ് റബ്ഡ് ഓവർ ദി ടീത്ത് അൺടിൽ ദി ലോവസ്റ്റ് ടൂത്ത് ടച്ചസ് ദി ഫയൽ ഫേസ്. ലോവസ്റ്റ് ടീത്തും ഫയലിൻ്റെ ഫേസിൽ, അതായത് ഈ ഫേസ് കണ്ടോ, ഇതാണ് ഫയലിൻ്റെ ഫേസിൽ ടച്ച് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടോപ്പിംഗ് എന്ന് പറയും. ടോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ. അപ്പോൾ അടുത്തത് റീഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ടു റീസ്റ്റോർ ടിപ്പ് ഓഫ് ദി ടീത്ത്. തേഞ്ഞ് പോയിട്ടുണ്ടാവില്ലേ, നമ്മുടെ ബ്ലേഡെല്ലാം തേഞ്ഞ് പോയിട്ടുണ്ടാവും. ദെയർഫോർ ദി ഗള്ളറ്റ് ഞാൻ പറഞ്ഞു തന്നു.
ടീത്തിൻ്റെ ഗള്ളത്ത് ഞാൻ പറഞ്ഞതെന്ന് ചിത്രം ഞാൻ കാണിച്ചു തന്നു. ഗാലറിയിൽ ഗള്ളറ്റ് കണ്ടോ നിങ്ങൾ? ടീത്തും ഗള്ളത്തും കണ്ടോ? ഗള്ളറ്റ് ഓഫ് ഈച്ച് ടൂത്ത് ഈസ് ഫൈൽഡ് ഡൗൺ. അപ്പോൾ എവിടെയാണ് ഫയൽ ചെയ്യുക? ഗള്ളറ്റിലാണ് ഫയൽ ചെയ്യുക. യൂസിങ് എ സ്യൂട്ടബിൾ സൈസ് ട്രയാങ്കുലർ ഫയൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടോപ്പിങ്ങിന് ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ഫയലാണെങ്കിൽ റീഷേപ്പിങ്ങിന് ഉപയോഗിക്കുന്നത് ട്രയാങ്കുലർ ഫയലാണ്. കാരണം ടീത്ത് എങ്ങനെയായിരിക്കും അല്ലേ? ഒരു ടീത്ത് ഒരു ഗള്ളറ്റ്. അപ്പോൾ ആ ഗള്ളറ്റിൻ്റെ ഇറങ്ങി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ട്രയാങ്കുലർ ഫയലാണ് ഉപയോഗിക്കുക. കെയർ ഈസ് ടേക്കൻ ടു മെയിൻറ്റെയിൻ യൂണിഫോം ഡെപ്ത് ഓഫ് ഗള്ളറ്റ്, പിച്ച് ആൻഡ് ആംഗിൾ ഓഫ് ടീത്ത്. ഇതൊന്നും മാറാൻ പാടില്ല. ഇപ്പോൾ ഏത് വയസ്സിലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഏത് വയസ്സിലാണ് നമ്മൾ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? വയസ്സിൻ്റെ പേരെന്താണ്? സോ വയസ്സ്. എവിടെയാണ് വെക്കുക? ബിലോ ദി ഗള്ളറ്റ് ഓഫ് ദി ടീത്ത്. മനസ്സിലായോ? കാരണം ഗള്ളറ്റ് നമ്മൾ ട്രയാങ്കുലർ ഫയൽ കൊണ്ട് എന്ത് ചെയ്യും? ടോപ്പിംഗ് ചെയ്യാണോ, സെറ്റിംഗ് ചെയ്യാണോ, ഷാർപ്പനിങ് ചെയ്യാണോ, അതോ എന്താണ് റീഷേപ്പിംഗ് ചെയ്യാണോ കേട്ടോ ചെയ്യാം. അടുത്ത സെറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ബെൻഡിങ് എവരി ആൾട്ടർനേറ്റ് ടൂത്ത് ടു ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. ഓക്കെയാണ് വിചാരിക്കുന്നത്. ദിസ് ക്യാരിഡ് ഔട്ട് യൂസിങ് എ സെറ്റ് പ്ലെയർ. ഇതിൻ്റെ ഈ ടൂളിൻ്റെ പേരാണ് സെറ്റ് പ്ലെയർ. എന്തുണ്ടാവും? ഇതിന് ഇതുപോലത്തെ ടീത്തിൻ്റെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസസ് ഉണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് കണ്ടിരിക്കണം, ഏകദേശം അതുമാതിരി. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ട്. ഇവിടെയും വെച്ചിട്ടുള്ള വയസ്സ് ഏതാണ്? വയസ്സാണ്. സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്. നാലാമത്തെ ഷാർപ്പനിങ്. ദിസ് ഇസ് ദി ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഏതാണ്? ഇതൊന്നും ചോദ്യം ചോദിക്കൂട്ടോ. ഇതൊന്നും എന്തായാലും ചോദ്യം ചോദിക്കുക. ഫൈനൽ സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പിൻ്റെ ഉപയോഗിക്കുന്ന ഫയല്, ഓരോ സ്റ്റെപ്പിന് ഉപയോഗിക്കുന്ന മെത്തേഡ്. എവിടെയാണ് ഗള്ളറ്റ് മാത്രം ഫയൽ ചെയ്യണത്? എവിടെയാണ്? റീഷേപ്പിങ്ങിനാണോ സെറ്റിങ്ങിനാണോ? ഏതിനാണ്? റീഷേപ്പിങ്ങിനാണ്. സെറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? സെറ്റ് പ്ലെയർ. കണ്ടോ? സെറ്റ് പ്ലെയർ. അടുത്ത ഷാർപ്പനിങ്. ദിസ് ഇസ് ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദി കോളേജ് ഈച്ച് ഈസ് ഫൈൽഡ് ടു പ്രൊഡ്യൂസ്. ഒന്നുകൂടി നോക്കാം. ദിസ് ഇസ് ദി ഫൈനൽ സ്റ്റെപ്പാണ് ഇൻ വിച്ച് ദി ഗള്ളറ്റ് ഓഫ് ഈച്ച് ടൂത്ത് ഓഫ് ദി ഈസ് ഫൈൽഡ് ടു പ്രൊഡ്യൂസ് എ കീൻ കട്ടിംഗ് എഡ്ജ് യൂസിങ് എ സൂട്ടബിൾ സൈസ് ഓഫ് ട്രയാങ്കുലർ ഫയൽ. ഇതിന് എന്താ ഉപയോഗിക്കുക? ട്രയാങ്കുലർ ഫയൽ ഉപയോഗിക്കുക. ഓക്കെ വിചാരിക്കുന്നത്. ഇനി ടോപ്പിംഗ് ഈസ് നെസറി ഓൺലി വെൻ ദി ടീത്ത് ഹാവ് ബിക്കം അൺഈവൻ ഇൻ ദ ഹൈറ്റ്. അൺഈവൻ ഇൻ ദ ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? ടോപ്പിംഗ് ചെയ്യേണ്ടുള്ളൂ. പക്ഷേ ടോപ്പിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പാട്ടോ. ടോപ്പിംഗ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെയാണോ? ടോപ്പിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം അൺഈവൻ ഹൈറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടോപ്പിംഗ് ചെയ്യേണ്ടുള്ളൂ. ഈക്വൽ ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെയും ഈ ഫയലിനെ ഈ ഫയലോട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തേഞ്ഞ് പോകത്തില്ലുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഫയൽ വാങ്ങി നമ്മൾ ടോപ്പിംഗ് ചെയ്യണോ? വേണ്ടല്ലോ. ഷാർപ്പ് മാത്രം ചെയ്താൽ പോരെ. കാരണം ടോപ്പ് ചെയ്താൽ എന്ത് ചെയ്യും? ഈ പുതിയ ഫയൽ തേഞ്ഞ് പോകത്തില്ലുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ടോപ്പിംഗ് ഈസ് നെസറി ഓൺലി വെൻ ദി ടീത്ത് ഹാവ് ബിക്കം അൺഈവൻ ഇൻ ദ ഹൈറ്റ് ആൻഡ് റീഷാർപ്പനിങ് ഫോളോസ് ഇറ്റ്. അടുത്ത ടോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീഷാർപ്പൻ ചെയ്യണം. അടുത്തത് ഇനി അടുത്ത വീഡിയോയിൽ എടുത്താൽ പോരെ. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെത് കുറച്ച് എൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. ഒന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈറ്റിങ് ഞാൻ സ്പീഡിൽ എഴുതിയാണ്. പിന്നെ രണ്ടാമത് അത്യാവശ്യം ട്രേഡ്സ്മാന് വേണ്ടി അത്യാവശ്യം കുത്തിയിരുന്ന് പഠിച്ച നോട്ടാണ്. അപ്പോൾ അത് ഒന്നുകൂടി നോക്കണം. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാനിപ്പോൾ വയസ്സിലൊക്കെ ആകെ 4 പേരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത് തന്നെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് MCQ കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ ക്ലാസ് കൂടി നമുക്ക് വെക്കാം. ലാസ്റ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി വെക്കാം. അപ്പോൾ ഷാർപ്പനിങ് ടൂളിൽ ഫ്ലാറ്റ് ഫയൽ, അങ്ങനെ ട്രയാങ്കുലർ ഫയലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിൽ എടുക്കാം കേട്ടോ. പോരെ അങ്ങനെ വിചാരിക്കുന്നു. അടുത്ത പിന്നെ ബോറിംഗ് ടൂളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യം കണ്ട സാധനം. അല്ല ഇതും കൂടി എടുക്കാം. ഇതും കൂടി എടുത്ത് കഴിഞ്ഞാൽ ഷാർപ്പനിങ് കഴിയല്ലോ. ഷാർപ്പനിങ് ടൂള് ഒന്നുണ്ട് ഫ്ലാറ്റ് ഫയൽ, അടുത്തത് സ്ലിം ടേപ്പർ ട്രയാങ്കുലർ ഫയൽ, അടുത്ത ട്രയാങ്കുലർ ഫയൽ, അടുത്ത സെറ്റ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? സെറ്റ് എന്താണ് ലാസ്റ്റ് ടൂൾ? നമുക്ക് നോക്കിക്കാം. സെറ്റ് ഉണ്ടോ? സെറ്റ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ഓവർ ടു ദി ടീത്ത് ആൾട്ടർനേറ്റീവ് ടു വൺ സൈഡ് ആൻഡ് ദെൻ ടു അതർ ഓപ്പോസിറ്റ് സൈഡ്. ട്രയാങ്കുലർ ഫയൽ കണ്ടോ?